ஹாய் வணக்கம் பசங்களா. நம்ம இன்னைக்கு டிஸ்கஸ் பண்ணுறது விஷயம் எலக்ட்ரோஸ்டாட்டிக்ஸில் எலக்ட்ரிக் ஃபீல்டு லைன்ஸ் தான். நம்ம சின்ன கிளாஸ்ல குட்டி கிளாஸ்ல நம்ம கேள்விப்பட்ட ஒரு விஷயம் தான் எலக்ட்ரிக் ஃபீல்டு லைன்ஸ் ஆர் எலக்ட்ரிக் லைன்ஸ் ஆஃப் ஃபோர்ஸ். அதாவது எலக்ட்ரிக் ஃபீல்டு என்னது? எலக்ட்ரிக் ஃபீல்டு ஒரு சார்ஜை சுற்றி சார்ஜை சரவுண்ட் செய்து ആ ചാർജുടെ ഇൻഫ്ലുവൻസ് ഉള്ള ഏരിയ നമ്മൾ சொல்றத പേരാണ് എന്നത് ഇലക്ട്രിക് ഫീൽഡ്. അതെല്ലാം ഓൾറെഡി ഡിസ്കസ് பண்ண டாபிக்காണ്. ஆனால் அந்த எலக்ட்ரிக் ஃபீல்டை ரெப்ரசன்ட் பண்றதுக்காக நம்ம டிரா பண்றதா இமேஜினரி லைன்ஸ் ஓர் கர்வ்ஸ். அவங்களே சொல்றத பேராണ് എന്നത് எலக்ட்ரிக் ஃபீல்டு லைன்ஸ் ஓர் எலக்ட்ரிக் லைன்ஸ் ஆஃப் ஃபோர்ஸ். அப்போ எலக்ட்ரிக் ஃபீல்டு லைன்ஸ் ஓர் எலக்ட்ரிக் லைன்ஸ் ஆஃப் ஃபோர்ஸ்னா என்னது? It is an imaginary lines or curves drawn to represent electric field. Electric field represent பண்றதுக்காக நம்ம draw ചെയ്യുന്ന imaginary lines or curves சொல்றத பேரான electric field lines. இன்னொரு பேர் என்னது? electric lines of force. Clear? அப்போ உங்களுக்கு தெரிஞ்ச விஷயம் நான் சீக்கிரமா எல்லாமே சொல்லலாம். First of all உங்களுக்கு தெரியும் ഒരു പോസിറ്റീവ് ചാർജിനെ പുറത്ത് എല്ലാവർക്കും தெரிஞ்ச വിഷയം ഇലക്ട്രിക് ഫീൽഡ് ഈസ് അവേ ആണ്. ഇലക്ട്രിക് ഫീൽഡ് ഈസ് അവേ. സോ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസും ഇതേമാതിരി നമ്മൾ പറയണം. അതായത് ഫോർ ഐസൊലേറ്റഡ് പോസിറ്റീവ് ചാർജസ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻ സ്റ്റാർട്ട്സ് ഫ്രം പോസിറ്റീവ് ചാർജ് ആൻഡ് ടെർമിനേറ്റ് അറ്റ് ഇൻഫിനിറ്റി. അപ്പോൾ ഇൻഫിനിറ്റി വരേക്കും പോവാങ്ക. സോ ഇങ്ങനെ വരഞ്ചാൽ ദിസ് ഈസ് എ ഫീൽഡ് ലൈൻസ്. അപ്പോൾ എല്ലായിടത്തും ഇതേമാതിരി ഐസൊലേറ്റഡ് പോസിറ്റീവ് ചാർജസിന് field lines whatever. This is the representation of electric field for an isolated positive charge. ഇനി നമുക്ക് ഓൾറെഡി தெரிஞ்ச വിഷയം for negative charges. This is the negative charges. Electric field is towards represent பண்ணுவாங்க. So நம்ம field lines directionും അതേമാതിരിയാണ് towards. That means from infinity towards the charge. அப்போ from infinity towards the charge. So இதே மாதிரி நம்ம யாரை வரையணும்? நம்ம electric field lines for isolated negative charges. So இங்கே from positive charge to infinity, here infinity to positive charge. உங்களுக்கு தெரிஞ்ச விஷயம். That means ஒரு விஷயம் கூட சொல்ல முடியும். That means இப்போ for example this is a positive point charge. ഒരു point charge தான். അപ്പോൾ പോയിന്റ് ചാർജുടെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് വരഞ്ചാൽ നിങ്ങൾ യോസിച്ച് പാരുങ്ക ഇതാണ് നമ്മ പോസിറ്റീവ് ചാർജ്. സോ ഫീൽഡ് ലൈൻസ് എനിക്ക് എല്ലാ പക്കവും ഇതേമാതിരി വരഞ്ച് കംപ്ലീറ്റ് பண்ண முடியும். ക്ലിയർ? സോ എല്ലാ പക്കവും യാരുണ്ട്? അതായത് ഈ ചാർജ് ചുറ്റി എല്ലാ സൈഡിലും ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഉണ്ട്. ദാറ്റ് മീൻസ് എനിക്ക് 2 ഡയമെൻഷനിൽ ഇങ്ങ മറ്റെന്താ വരയ முடியும். സോ അതായത് ഇത് ആക്ച്വലി ഒരു സ്ഫെറിക്കൽ ഷേപ്പിൽ ഇതാ നിങ്ങൾ യോസിക്ക വേണ്ടിയത്. ക്ലിയറോ? അപ്പൊ ഞാൻ ഇതേമാതിരി വരഞ്ചാൽ ഞാൻ ഇങ്ങനെ ഒരു സ്ഫിയർ കൺസിഡർ பண்ணாൽ ഈ സ്ഫിയറുടെ റേഡിയലി ഇതാ വെളിയിൽ പോകുന്നത്. ക്ലിയർ? സോ റേഡിയലി വെളിയിൽ പോകുന്നത്. സോ നമുക്ക് ഒരു വിഷയം சொல்ல முடியும். ഇപ്പോ പോയിന്റ് ചാർജസിനെ പുറത്ത് യാർക്കാണ്? ഫോർ പോയിന്റ് ചാർജസ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് ദ റേഡിയൽ ഇലക്ട്രിക് ഫീൽഡ് എന്ന് சொல்ல முடியும். എന്നതാണ് റേഡിയൽ ഇലക്ട്രിക് ഫീൽഡ്? അതിന്റെ കാരണം ഞാൻ ഇങ്ങനെ சொல்லிയിരിക്കും. ക്ലിയർ? റെഡി? ഇനി രണ്ടാമത്തെ വിഷയം. അപ്പോൾ നെഗറ്റീവ് ചാർജസ് പുറത്ത് തന്നെ ആകും. ജസ്റ്റ് ഡിറക്ഷൻ മറ്റും എന്താ റിവേഴ്സ് ആകും. അപ്പോഴും റേഡിയൽ ഇലക്ട്രിക് ഫീൽഡ് ഇതാ വരും ഫോർ പോയിന്റ് ചാർജസുക്കും മറ്റും. ഇനി നിങ്ങൾ പാരുங்க ഇങ്ങ പോസിറ്റീവ് ചാർജ് ഉണ്ട്. ദിസ് ഈസ് പ്ലസ് ക്യൂ ആൻഡ് ദിസ് ഈസ് മൈനസ് ക്യൂ. രണ്ടും ഉണ്ട്. പോയിന്റ് പോസിറ്റീവും ഉണ്ട് നെഗറ്റീവും ഉണ്ട്. ക്ലിയർ? സോ அப்படி இருந்துச்சுன்னா നമുക്ക് தெரியும் പോസിറ്റീവ് ചാർജസ് പുറത്ത് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഈസ് സ്റ്റാർട്ട്സ് ഫ്രം ചാർജ് എൻഡ് അറ്റ് ഇൻഫിനിറ്റി. നെഗറ്റീവ് ചാർജിനെ പുറത്ത് ടുവേർഡ്സ് വരെയാണ്. അപ്പോൾ ടിപ്പിക്കലി என்ன ആകും? ഫ്രം പോസിറ്റീവ് ടു നെഗറ്റീവ് ഈസ് ദ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. ദാറ്റ് മീൻസ് ഫ്രം പോസിറ്റീവ് ടു നെഗറ്റീവ് ദിസ് ഈസ് ദ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. സോ പോസിറ്റീവ് എന്ന് വെളിയിൽ വരുത് നെഗറ്റീവിലേക്ക് ഇൻവേർഡ് ആവരുത്. ദിസ് ഈസ് ദ റെപ്രസെന്റേഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഫോർ ഡൈപോൾസ്. ഡൈപോൾ മീൻസ് ഇങ്ങനെ പോസിറ്റീവും ഉണ്ട് നെഗറ്റീവും ഉണ്ട്. ഐ തിങ്ക് ദ പോയിന്റ് ഈസ് ക്ലിയർ. അപ്പോൾ ഞാൻ ഐസൊലേറ്റഡ് ചാർജസിന് രണ്ടുമേ சொல்லியிருக்கு. പോസിറ്റീവ് നെഗറ്റീവ് വരുമ്പോഴുള്ള വിഷയവും சொல்லியிருக்கு. നെക്സ്റ്റ് കേസ് എന്നത്? നെക്സ്റ്റ് കേസ് നമ്പർ 2 number of field lines.
number of field lines proportional to magnitude of charge ന് proportional ആണ്. പുരിയുതാ? അതായത് ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു എക്സാമ്പിൾ ചൊല്ലാം. ഇപ്പോ ഞാൻ ഇങ്ങനെ +2 കൂളം ചാർജിന് രണ്ട് ലൈൻസ് വരഞ്ചാൽ that means +4 കൂളത്തേക്ക് എவ்வளோ വരയണം? അത് 4 ദാ വരയണം. ക്ലിയർ? 4 ലൈൻസ് ഡ്രോ பண்ணணும். அப்ப number of field lines proportional to magnitude of charge. That means 8 കൂളത്തേക്ക് ആയിരുന്നാൽ 8 ലൈൻസ് നമ്മ വരയണം. அப்போ 16 കൂളം ആയിരുന്നാൽ 16 ലൈൻസ് ഡ്രോ பண்ண വേണ്ടിയിരിക്കും. புரியுது? அப்போ என்னതാണ്? number of field lines proportional to magnitude of charge. அது உங்களுக்கு புரியுது. Next, very clear. Next point, number density of field lines. Number density of field lines proportional to strength of electric field. அப்ப number density ന എന്നത് ഞാൻ ഒരു എക്സാമ്പിൾ കാണിക്കില്ല. ഇപ്പോ നിങ്ങൾ പാരുங்க here നമ്മ ഒരു 3 field lines, this is the field lines 1 2 3 3 field lines ഉണ്ട്. ക്ലിയർ? സോ ഈ field lines எப்படி പോകുது? പോയി ഇതുവരേക്കും വந்தாச்சு സെക്കൻഡ് ലൈൻ ആൻഡ് ദിസ് ഈസ് ദ തേർഡ് ലൈൻ. ക്ലിയർ? അപ്പോൾ ആ 3 ലൈൻസും ഞാൻ ഇങ്ങനെ വരഞ്ചിരിക്കും. അപ്പോൾ നിങ്ങളെ பார்த்து சொல்லுங்க. ക്ലിയർ? യെസ്, റെഡി? ജസ്റ്റ് യെസ്, ഇത് கொஞ்சம் കൂടെ ഞാൻ ഗ്യാപ്പ് അധികമായി വരയலாம். റെഡി? യെസ്, ഐ തിങ്ക് യെസ് ക്ലിയർ? അപ്പോൾ ഞാൻ ഇങ്ങനെ 3 പോയിന്റ്സ് കാണിക്കില്ല. ദിസ് ഈസ് ദ എ, പോയിന്റ് എ, ദിസ് ഈസ് ദ പോയിന്റ് ബി ആൻഡ് ദിസ് ഈസ് ദ പോയിന്റ് സി. ഈ ഒരു എക്സാമ്പിളെ പോതും. നമ്മൾ എന്നാ എഴുതിയിരിക്കെ? നമ്പർ ഡെൻസിറ്റിക്ക് ഇന്നൊരു പേരെന്നത് റിലേറ്റീവ് ക്ലോസ്നെസ്. அப்ப ரிலேட்டிவ் க்ளோஸ்னஸ் மீன்ஸ் இங்க கொஞ்சம் கூட லைன்ஸ் க்ளோஸா இருக்கு, இங்க அதேக்கால் கொஞ்சம் கூட அதிகம் தான், இங்க அதேக்கால் கொஞ்சம் கூட அதிகம் தான். அப்ப நம்பர் டென்சிட்டி அண்ணா எல்லாத்துக்கும் நம்பர் சேம் ആണ്. 1 2 3 1 2 3 1 2 3. பட் என்னதுல வித்தியாசம்? அந்த டென்சிட்டியில் வித்தியாசம். அதாவது ഞാൻ ഒരു സ്പെസിഫിക് ഒരു ഏരിയ കൺസിഡർ பண்ணாൽ ഇങ്ങ 3 ലൈൻസ് വരുது, അതേ ഏരിയ ഇങ്ങ കൺസിഡർ பண்ணாൽ ഒരു ലൈൻ தான் വരുது, അതേ ഏരിയ ഇങ്ങ കൺസിഡർ பண்ணாൽ 2 ലൈൻസ് വരും. அப்ப നമ്പർ ഡെൻസിറ്റിയിൽ വ്യത്യാസം ഇருக்கு. அப்ப நம்ம என்ன எழுதி இருக்கு? നമ്പർ ഡെൻസിറ്റി அதிகமாயிருந்தால் strength of electric field அதிகமாയിരിക്കും. that means നമുക്ക് ഇങ്ങ என்ன എഴുതാൻ முடியும்? ഈ ഒരു പോയിന്റിൽ പോയിന്റ് എയിൽ ഇലക്ട്രിക് ഫീൽഡ് ഈസ് മോർ സ്ട്രോങ്ങർ, അതുക്കപ്പുറം പോയിന്റ് സി കറക്റ്റ്, അതുക്കപ്പുറം ആര് വരും? പോയിന്റ് ബി വരും. ദിസ് ഈസ് ദ ഓർഡർ ഹിയർ. അപ്പൊ ഇങ്ങ എഴുതിയാൽ ഇതേമാതിരി എഴുത വേണ്ടി വരും. ക്ലിയറോ? ദിസ് ഈസ് ദ നമ്പർ ഡെൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഓർ റിലേറ്റീവ് ക്ലോസ്നെസ് ഓഫ് ഫീൽഡ് ലൈൻസ് പ്രൊപ്പോർഷണൽ ടു സ്ട്രെങ്ത് ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. ഇനി ഇത് മറ്റുമല്ല, ഞാൻ ഇനി ഒരു എക്സാമ്പിൾ കാണിക്കാം. നിങ്ങൾ പാരുங்க, ദിസ് ഈസ് ദ നെക്സ്റ്റ് എക്സാമ്പിൾ. ഇങ്ങ പാരുங்க, ഹിയർ ദിസ് ഈസ് ദ പോയിന്റ് എ, ദിസ് ഈസ് ദ പോയിന്റ് ബി. ക്ലിയർ? ഇ എ ഈസ് ഗ്രേറ്റർ ദാൻ ഇ ബി. കാരണം ഇങ്ങ എന്നതാണ്? ഇങ്ങ നമ്പർ ഡെൻസിറ്റി ഈ ഒരു പോർഷനിൽ അധികം, ഇങ്ങ നമ്പർ ഡെൻസിറ്റി കമ്മി. സോ ഇ എ ഈസ് ഗ്രേറ്റർ ദാൻ ഇ ബി. ദിസ് ഈസ് ദ പോയിന്റ്. ഐ തിങ്ക് ക്ലിയർ? ദ നെക്സ്റ്റ് പോയിന്റ് എന്നതാണ്? നെക്സ്റ്റ് പോയിന്റ്, അതായത് നമ്മ ഇലക്ട്രിക് ഫീൽഡ് ലൈനിൽ ഏതാവതൊരു പോയിന്റുടെ ഇലക്ട്രിക് ഫീൽഡുടെ ഡയറക്ഷൻ കണ്ടുപിടിക്കണം. നമ്മ ലാസ്റ്റ് ക്ലാസ്സിൽ சொன்ன വിഷയം എന്നതാണ്? ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഒരു പോയിന്റ് പ്രോപ്പർട്ടി தான். സോ നമുക്കൊരു പോയിന്റിൽ ഇതാ ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ முடியும். அப்ப அப்படிப்பட்ட எலக்ட்ரிக் ஃபீல்டோட டைரக்ஷன் கண்டுபிடிக்கணும்னா நம்ம அந்த பாயிண்டில் ஒரு டான்ஜென்ட் வரைஞ்சா போதும். ஃபார் எக்ஸாம்பிள் நீங்க பாருங்க, this is our electric field line. அப்ப எனக்கு இங்கே ഈ ഒരു പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡുടെ ഡയറക്ഷൻ കണ്ടുപിടിക്കണം. அப்ப இந்த പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ കണ്ടുപിടിക്കണമെന്നാ ഞാൻ ഇங்கே ഒരു ടാൻജെന്റ് വരഞ്ചാ പോതും. this tangent gives the direction of electric field. സോ ഈ ഒരു ടാൻജെന്റ് എന്നാ കിടക്കും? ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. അതേമാതിരി പാരുங்க, എനിക്ക് ഇങ്ങ കണ്ടുപിടിക്കണം. ദിസ് ഈസ് ദ പോയിന്റ് സി. അപ്പൊ ഇങ്ങ എന്നാ പറയണം? ജസ്റ്റ് ഒരു ടാൻജെന്റ് വരഞ്ചാ പോതും. ക്ലിയർ? അപ്പൊ ടാൻജെന്റ് ഡ്രോൺ ഓൺ ദി പോയിന്റ് ഓഫ് ദി പോയിന്റ് gives the direction of electric field at that point. ആ ഒരു പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡുടെ ഡയറക്ഷൻ നമുക്ക് കിടക്കും. ഓൾറെഡി ഞാൻ ചൊല്ലിയിരിക്ക്, ഓരോ പോയിന്റിലാണ് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ചൊല്ലുവാങ്ക. സോ ദിസ് ഈസ് ദ കേസ്. അപ്പൊ ഇങ്ങനെ ഒരു വിഷയം കൂടെ ചൊല്ലാൻ മുടിയും. അതെന്നതാണ്? ദാറ്റ് ഈസ് അനദർ കൺക്ലൂഷൻ ഈസ്, ഫോർ എക്സാമ്പിൾ ഇത് ഒരു ഫീൽഡ് ലൈൻ താ.
this is the second field line. Clear? அப்ப நான் இங்க ஒரு பாயிண்ட் காமிக்கலாம். This is the point P. அப்ப நீங்க சொல்லுங்க ഈ point P க்கு ഞാൻ ഇലക്ട്രിക് ഫീൽഡുടെ ഡയറക്ഷൻ വരஞ்சால் ഫസ്റ്റ് ഒരു ഡയറക്ഷൻ இந்த பக்கம் போகுது, ഇനി ഒരു ഡയറക്ഷൻ இந்த பக்கம் போகுது. அதாவது ஒரே பாயிண்டில் எலக்ட்ரிக் ஃபீல்டிന് രണ്ട് ഡയറക്ഷൻ, which is never possible. This is not possible. That means ഈ ഒരു കേസ് നടக்க മാட்டே. அப்ப என்ன சொல்ல முடியும்? That means two electric field lines never intersect each other. காரணம் என்னது? If they are intersecting, at the intersecting point has two directions for electric field, which is never possible. I think the point is clear. அப்போ நம்ம அதும் டிஸ்கஸ் பண்ணியிருக்கு. நெக்ஸ்ட் என்னതാണ്? நெக்ஸ்ட் பாயிண்ட், I think the point number 4. அப்ப நெக்ஸ்ட் பாயிண்ட் என்னതാണ്? electric field lines do not form closed loops. அதாவது இப்போ உங்களுக்கே தெரியும், இப்போ நம்ம மேக்னெட் வரைஞ்சால் this is a bar magnet, north pole south pole, north pole south pole. அப்ப magnetic field lines எப்படி போகும்? It starts from north pole to south pole externally. அப்ப externally from north to south, south to north internally, south to north internally. That means நீங்க பாருங்க இங்க ஒரு லூப் பார்க்க முடியும். அப்ப magnetic field lines வரைஞ்சால் north to south externally போகும், south to north internally வரும். So இதே மாதிரி loops, closed loops பார்க்க முடியும். ஆனால் நீங்க பாருங்க நம்ம இங்க பாசிட்டிவ் நெகட்டிவ் நான் இங்க வரைஞ்சிருக்கு பாருங்க. Here I think இங்க from positive negative இது திரும்பி வராது. That means electric field lines do not form closed loops. I think the point is clear. அப்போ electric field lines closed loop form பண்ண மாட்டே. So when we are comparing with யாரான magnetic field lines why compare பண்ணும்போது electric field lines கண்டிப்பா என்னது closed loops form பண்ண மாட்டே. Clear? Next point listen very carefully. அதாவது இப்போ யூனிஃபார்ம் ஃபீல்ட் ரெப்ரசன்ட் பண்ணணும். யூனிஃபார்ம் ஃபீல்ட் கிளியர்? அப்ப யூனிஃபார்ம் ஃபீல்டுன்னு எனக்கு ஃபீல்ட் லைன்ஸ் வரையணும். அப்படி வரையணும்னா என்ன பண்ணணும்? அப்படி டிரா பண்ணணும்னா என்ன பண்ணணும்? அதாவது லிசன் வெரி கேர்ஃபுல்லி. the parallel straight equidistant field lines, அது parallel ஆகணும், அவங்களுக்கிடையிலே செப்பரேஷன் சேம் ஆகணும், straight ஆகணும். மூணு கண்டிஷன். so parallel, straight, equidistant field lines represent uniform electric field. அப்ப இப்படி மட்டும் இல்ல, இப்ப நீங்க பாருங்க நான் இதே ஃபீல்ட் லைன்ஸ் எனக்கு இந்த போர்டில் பெனட்ரேட் பண்ற மாதிரி வரையலாம். அப்ப பெனட்ரேட் பண்ற மாதிரி ரெப்ரசன்ட் பண்ணணும்னா ஒரு இன்டு மார்க் தான் ரெப்ரசன்ட் செய்யணும். இன்டு அப்ப இன்டு மார்க்னா என்னது? into the plane அப்படி ஞாபகம் வைக்கலாம். அப்ப into means into the plane. அப்ப இது என்னതാണ്? field lines penetrating to this board. ஆனால் இப்படி வரைஞ்சால் this representation gives electric field lines coming out from this board. ഈ ബോർഡിന്ന് വെളിയിൽ വരുത്, ഇത് ബോർഡിന്ന് പെനട്രേറ്റ് പണ്ടത്. These are the representation. അപ്പോൾ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡുടെ ഫീൽഡ് ലൈൻസും ഐ തിങ്ക് ക്ലിയർ. ഇനി ഒരു വിഷയം എന്നത്, അപ്പൊ നിങ്ങൾക്ക് കേൾപ്പാங்க സാർ ഒരു யூனிஃபார்ம் எலக்ட்ரிக் ஃபீல்டு ஒரு எக்ஸாம்பிள் சொல்ல முடியுமா? நான் சொல்லலாம் பாருங்க. இப்போ ஃபார் எக்ஸாம்பிள் திஸ் இஸ் ரைட் எஸ். அப்போ யூனிஃபார்ம் எலக்ட்ரிக் ஃபீல்ட் எக்ஸாம்பிள் இது ஒரு பிளேட் ആണ്. திஸ் இஸ் த செகண்ட் பிளேட், திஸ் இஸ் நாட் தி wires, just a plate ആണ്. ഒരു പ്ലേറ്റ് ഇതാ ഇങ്ങേ ഇருக்கு, സെക്കൻഡ് പ്ലേറ്റ് ഇങ്ങേ ഇருக்கு. സോ ഞാൻ ഫസ്റ്റ് പ്ലേറ്റ് പോസിറ്റീവായി ചാർജ് பண்ணியிருக்கு, செகண்ட் பிளேட் நெகட்டிவாയി சார்ஜ் பண்ணியிருக்கு, ஈக்குவலி சார்ஜ் பண்ணியிருக்கு. equal amount of positive, equal amount of negative. உங்களுக்கு தெரியும் electric field is from positive to negative. அப்ப இங்க between this plate, this is a clear example of uniform electric field. அப்ப யூனிஃபார்ம் எலக்ட்ரிக் ஃபீல்டுടെ ரெப்ரசன்டேஷன், அதாவது எலக்ட்ரிக் ஃபீல்டுടെ ലൈൻസിന്റെ ரெப்ரசன்டேஷன் அங்க வரைஞ்சிருக்கு. அது போக அதோட ஒரு எக்ஸாம்பிள், ரெண்டு பிளேட் ഒന്ന് പോസിറ്റീവായി ചാർജ് பண்ணணும், இன்னொன்னு நெகட்டிவாய். அப்படி சார்ஜ் பண்ணால் அவங்களுக்கிடையில ஃபீல்ட் கண்டிப்பா யூனிஃபார்ம் ஃபீல்ட் தான் வரும். I think this point is also clear. And the last point is actually
நான் நீ சொல்றத லாஸ்ட் பாயிண்டோட எக்ஸ்பிளனேஷன் நான் இப்போ சொல்ல மாட்டேன். ஆ எக்ஸ்பிளனேஷன் எப்போது வரும்? நம்ம கோஸ் தியரம் டிஸ்கஸ் பண்ணும்போது மட்டும்தான் அதோட எக்ஸ்பிளனேஷன் கிடைக்கும். கிளியர்? ஸோ அதை நீங்கள் ஞாபகம் வச்சுக்கோங்க. அதாவது மைண்ட்லேயே வச்சுக்கோங்க. திஸ் இஸ் அவர் யூனிஃபார்ம். திஸ் இஸ் அவர் யூனிஃபார்ம் எலக்ட்ரிக் ஃபீல்டு. உங்களுக்கு எல்லோருக்கும் தெரிஞ்ச விஷயம். திஸ் இஸ் அவர் யூனிஃபார்ம் எலக்ட்ரிக் ஃபீல்டு. ക്ലിയർ? സോ ഞാൻ ഈ ഇലക്ട്രിക് ഫീൽഡിൽ ഒരു കണ്ടക്ടർ പ്ലേസ് பண்ணியாச்சு. കണ്ടക്ടർ മീൻസ് സിംപിളി ഒരു മെറ്റൽ സ്ഫിയർ പ്ലേസ് பண்ணியாச்சு. ഒരു മെറ്റൽ സ്ഫിയർ. സോ എന്നാകും അപ്പോൾ യൂണിഫോം ഫീൽഡിൽ ഒരു മെറ്റൽ സ്ഫിയർ പ്ലേസ് ചെയ്താലുള്ള സിറ്റുവേഷൻ ഞാൻ ഇങ്ങനെ വരയ്ക്കാം. ദിസ് ഈസ് അവർ മെറ്റൽ സ്ഫിയർ. ദിസ് ഈസ് അവർ കണ്ടക്ടർ. ഇതാണ് നമ്മ കണ്ടക്ടർ. ക്ലിയർ? സോ ഈ ഫീൽഡ് ലൈൻസിന്റെ ഷേപ്പ് பாருங்க. ദാ ഫീൽഡ് ലൈൻസ് സ്ട്രൈറ്റ് ആയി இப்படி വരുവാங்க. பட் இது உள்ள போகாது. உள்ள போகாமல் தான் இந்த வழி வருவாங்க. நான் சொல்லியிருக்கிறது இது இமேஜினரி கேஸ் ആണ്. சோ அதனால உள்ள போக மாட்டேன், வெளியே வந்திருக்கு. அதே மாதிரி பாருங்க, ஃபீல்ட் லைன்ஸ் இதுவரைக்கும் வருவாங்க. this field lines perpendicular to the surface. ദാ ഇങ്ങേയും நீங்க பாருங்க, ഇങ്ങേയും എന്നതാണ് perpendicular ആണ്. ഇങ്ങേ വരുമ്പോഴും ഫീൽഡ് ലൈൻസ് இப்படி வந்தாலும் இதோட பக்கத்தில் வரும்போது perpendicular ஆகும். அதுக்கப்புறம் வெளியில வரும்போதும் perpendicular ஆகி வெளியே வருவாங்க. சோ இப்போ இங்க டிரா பண்ணாலும் ஃபீல்ட் லைன்ஸ் இதுவரைக்கும் வருவாங்க. அதுக்கப்புறம் ഈ സർഫസ്ക്ക് perpendicular ആവും. ഇങ്ങ perpendicular ആയി ഇത് வெளியே வருவாங்க. ക്ലിയറോ? റെഡി? അപ്പോൾ ഞാൻ ഇതിന്റെ എക്സ്പ്ലനേഷൻ ഇതുവരേക്കും சொல்லல. അത് നമ്മൾ ഗോസ് തിയറത്തിലേക്ക് പോകുമ്പോൾ എക്സ്പ്ലെയിൻ. ബട്ട് ഒരു വിഷയം சொல்ல முடியும். ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഇൻസൈഡ് എ കണ്ടക്ടർ ഈസ് സീറോ. And one more point is there, electric field lines are always perpendicular to the surface of the conductor. Electric field lines are always perpendicular to the surface of the conductor. Clear? അപ്പോൾ ലാസ്റ്റ് சொன்ன പോയിന്റ് എന്താണ്? നമ്മ ഒരു മെറ്റൽ സ്ഫിയർ അല്ലെങ്കിൽ ഒരു കണ്ടക്ടറെ, this is a കണ്ടക്ടറെ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ പ്ലേസ് பண்ணாൽ electric field lines உள்ள வராது. அது மட்டும் கிடையாது, electric field lines are always perpendicular to the surface of the conductor. I think the point is clear. So நீங்க ഈ points எல்லாம் ஒரு தடவை கூட செக் பண்ணி பாருங்க. அதுக்கு அப்புறம் நோட்ஸ் எழுதிக்கோங்க. உங்களுக்கு நோட்ஸ் வேணும்னா நம்ம டிஸ்கிரிப்ஷன்ல நம்ம கம்யூனிட்டி குரூப்போட லிங்க் இருக்கு, அதை ஜாயின் பண்ணா போதும். ஓகே, thank you.